ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഹലോ, ആ ക്ലിയർ ആണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേരളവും ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്നുള്ള ടോപ്പിക്കാണ്. അപ്പോ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് സിവിൽ സർവീസ് ദിനം എന്നാണ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇന്ത്യൻ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഇന്ത്യയിൽ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ആണ്. ഏപ്രിൽ 21 ഇന്ത്യയിൽ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് എന്ത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് എന്ത് ഇന്ത്യൻ സിവിൽ സർവീസ്. ഓക്കെ, അപ്പോ ഇന്ത്യൻ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നതാണ് എന്ത് ഏപ്രിൽ 21 ട്ടാ. ഓക്കെ, ഏപ്രിൽ 21 എന്ത് ഇന്ത്യൻ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഒരാളുണ്ട്. ഓക്കെ, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആരും റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അതെ, കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. ഓക്കെ, അപ്പോ ഏപ്രിൽ 21 എന്ത് സിവിൽ സർവീസ് ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. ആധുനിക അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇത് രണ്ടും തെറ്റുപോയത് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭുവും ആധുനിക അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലുമാണ്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 21 ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. ആധുനിക അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ സിവിൽ സർവീസിനെ 3 തരംതിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ സിവിൽ സർവീസ് സംവിധാനങ്ങളെ 3 തരംതിരിക്കുന്നുണ്ട്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഓക്കെ, ഇന്ത്യയിലെ സിവിൽ സർവീസിനെ 3 തരംതിരിക്കുന്നുണ്ട്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് എന്ത് അഖിലേന്ത്യാ സർവീസ് എന്ന് ഉൾപ്പെടുന്നത്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് അഖിലേന്ത്യാ സർവീസ്. അതിന് ഉദാഹരണങ്ങളാണ് IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഒക്കെ അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവർ അഖിലേന്ത്യാ സർവീസ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. സിവിൽ സർവീസിനെ, ഇന്ത്യൻ സിവിൽ സർവീസ് സംവിധാനങ്ങളെ 3 തരംതിരിക്കാം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ 3 തരംതിരിക്കാം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഓക്കെ, അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് അഖിലേന്ത്യാ സർവീസ്. ഓക്കെ, അതിന് ഉദാഹരണമാണ് IAS, IPS, ഇന്ത്യൻ
ഫോറസ്റ്റ് സർവീസ്. ഓക്കെ, ഇതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്. ഓക്കെ, IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പോലുള്ള പോസ്റ്റുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? UPSC ആണ്. ഓക്കെ, അപ്പോ ഒന്നുകൂടി പറയാം, സിവിൽ സർവീസിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഓക്കെ, അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് അഖിലേന്ത്യാ സർവീസ്. അതിന് ഉദാഹരണങ്ങളാണ് IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഒക്കെ. ഓക്കെ, അതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാ? അതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണെന്ത്? ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 21 ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവും ആധുനിക അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലുമാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ തെറ്റിപ്പോവാതെ നോക്കണം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭുവും ആധുനിക അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലും ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞത് സിവിൽ സർവീസ് സംവിധാനങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണെന്ത്? അഖിലേന്ത്യാ സർവീസ് എന്നറിയപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് അഖിലേന്ത്യാ സർവീസ്. ഉദാഹരണം IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഒക്കെ എന്താണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്ന അഖിലേന്ത്യാ സർവീസുകൾക്ക് ഉദാഹരണമാണ്. ഇതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? UPSC എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള വകുപ്പുകളിൽ സേവനം ചെയ്യുന്നവരാണെന്ത്? കേന്ദ്ര സർവീസ്. ഓക്കെ, കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള വകുപ്പുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണെന്ത്? കേന്ദ്ര സർവീസ് എന്നറിയപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഓക്കെ, കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള വകുപ്പുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണെന്ത്? കേന്ദ്ര സർവീസ്. അതിന് ഉദാഹരണമാണ് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. ഇതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആര് തന്നെയാണ്? UPSC തന്നെയാണ്. ഓക്കെ, അപ്പോ ഒന്ന് കമ്പയർ ചെയ്ത് പറയാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് അഖിലേന്ത്യാ സർവീസ്. കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള വകുപ്പുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് കേന്ദ്ര സർവീസ്. ഓക്കെ, ഈ അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണങ്ങളാണ് എന്തൊക്കെ? IAS, IPS, ഫോറസ്റ്റ് സർവീസ് ഒക്കെ എന്താണ്? അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ്. കേന്ദ്ര സർവീസിന്, അതായത് കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള വകുപ്പുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് കേന്ദ്ര സർവീസ്. അതിന് ഉദാഹരണമാണ് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. ഇതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ ഈ പറഞ്ഞ രണ്ട് അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാണെന്ന് പറഞ്ഞേ? UPSC ആണ്. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത് പറയാൻ പോകുന്നത് സംസ്ഥാന സർവീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സംസ്ഥാന സർക്കാരിന് അധികാരമുള്ള വകുപ്പിന് കീഴിൽ സേവനം ചെയ്യുന്നവരാണെന്ത്? സംസ്ഥാന സർവീസ്. ഓക്കെ, സംസ്ഥാന സർക്കാരിന് അധികാരമുള്ള വകുപ്പിന് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് സംസ്ഥാന സർവീസ്. ഓക്കെ, അതിന് ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസറും KAS ഒക്കെ. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഓക്കെ, സംസ്ഥാന സർക്കാരിന് അധികാരമുള്ള വകുപ്പിന് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് സംസ്ഥാന സർവീസ്. അതിന് ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസറും KAS പോലെയുള്ള പോസ്റ്റുകളൊക്കെ. ഓക്കെ, അതിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാ? സംസ്ഥാന സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാ? അറിയുന്നതല്ലേ? PSC ആണ്. ഓരോ സ്റ്റേറ്റിലെയും PSC ആണ് എന്ത്? സംസ്ഥാന സർവീസിലേക്കുള്ള പോസ്റ്റുകളിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. ഒന്നുകൂടി പറയാം, സംസ്ഥാന സർക്കാരിന് അധികാരമുള്ള വകുപ്പിന് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് സംസ്ഥാന സർവീസ്. അതിന് ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസർ, KAS പോലെയുള്ള പോസ്റ്റുകൾ. ഓക്കെ, അതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് PSC വഴിയാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് അഖിലേന്ത്യാ സർവീസ്. അതിന് ഉദാഹരണമാണ് IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പോലെയുള്ള പോസ്റ്റുകൾ.
അതിലേക്ക് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ഏത് വഴിയാ? UPSC വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള വകുപ്പുകൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് കേന്ദ്ര സർവീസ്. കേന്ദ്ര സർവീസുകൾക്ക് ഉദാഹരണമാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒക്കെ. ഓക്കെ, അതിലേക്കുള്ള ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുക്കുന്നത് UPSC വഴിയാണ്. ഇനി സംസ്ഥാന സർക്കാരിന് അധികാരമുള്ള വകുപ്പിന് കീഴിൽ സേവനം ചെയ്യുന്നവരാണ് സംസ്ഥാന സർവീസ്. അതിന് ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസറും KS ഒക്കെ. ഓക്കെ, അതിലുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന അറിയാലോ, PSC വഴിയാണ്. ഓക്കെ, ഇതുവരെയുള്ളത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് അറിയോ? ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് അറിയോ? സത്യേന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ. ഓക്കെ, സത്യേന്ദ്രനാഥ ടാഗോർ. ഇത് നോട്ട് ചെയ്തോളൂ. ലാസ്റ്റ് കഴിഞ്ഞിട്ട് ക്ലാസ് ഗ്രൂപ്പിൽ PDF അയച്ചു തരാം. അതിന് മുന്നേ നോട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡായിട്ട് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ. ഓക്കെ, 1864 കേട്ടോ. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ ടാഗോർ 1864. ഓക്കെ, ഇനി അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിർണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. ഓക്കെ, ഈ പോയിന്റ് നോട്ട് ചെയ്തോളൂ. അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് അതിനുശേഷം പറഞ്ഞത്. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ ടാഗോർ 1864 കേട്ടോ, 1864. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇന്ത്യയിലെ അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. ഓക്കെ, ഇനി ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സായ വർഷം. ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സായ വർഷം 1861. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സായ വർഷം 1861 ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്, അഖിലേന്ത്യാ സർവീസ് നിയമം പാസ്സായ വർഷം 1951. ഓക്കെ, ഈ പോയിന്റ് പറയുമ്പോൾ അഖിലേന്ത്യാ സർവീസ് നിയമം പാസ്സായ വർഷം 1951 ആണെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 312 പ്രകാരമാണ് എന്ത് അഖിലേന്ത്യാ സർവീസ് രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 312 312 വകുപ്പ് 312 പ്രകാരമാണ് എന്ത് അഖിലേന്ത്യാ സർവീസ് രൂപീകരിച്ചിട്ടുള്ളത്. ഈ പോയിന്റ് നോട്ട് ചെയ്തോട്ടെ, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 312 വകുപ്പ് പ്രകാരമാണ് എന്ത് അഖിലേന്ത്യാ സർവീസ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ 4 പോയിന്റ് ആണ് പിന്നീട് പറഞ്ഞത്. ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സായ വർഷം 1861. ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സായ വർഷം 1861. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? സത്യേന്ദ്രനാഥ ടാഗോർ 1864. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ 1864. അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അഖിലേന്ത്യാ സർവീസ് നിയമം പാസ്സായ വർഷം 1951 പറഞ്ഞു. അത് ഇന്ത്യൻ ഭരണഘടനയുടെ 312 വകുപ്പ് പ്രകാരമാണ് എന്ത് അഖിലേന്ത്യാ സർവീസ് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഒന്നുകൂടി പറയുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പ് 312 പ്രകാരമാണ് എന്ത് അഖിലേന്ത്യാ സർവീസ് രൂപീകരിച്ചത്. അഖിലേന്ത്യാ സർവീസ് നിയമം പാസ്സായ വർഷം 1951 ആണ്. ഓക്കെ, ഇനി UPSC സ്ഥാപിതമായ വർഷം ഏതാണെന്ന് അറിയോ ആർക്കെങ്കിലും? UPSC സ്ഥാപിതമായ വർഷം ഏതാണെന്ന് അറിയോ? UPSC സ്ഥാപിതമായ വർഷം നോട്ട് ചെയ്തോളൂ, 1926 ഒക്ടോബർ 1. ഓക്കെ, UPSC സ്ഥാപിതമായ വർഷം 1926 ഒക്ടോബർ 1. ഓക്കെ, UPSC സ്ഥാപിതമായത് ഒന്നുകൂടി പറയുന്നു, 1926 ഒക്ടോബർ 1. ഓക്കെ,
ഇനി IASനെ കുറിച്ചിട്ടാണ് പറയുന്നത്. IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഓക്കെ, IASനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അഖിലേന്ത്യാ സർവീസിലെ ഭരണപരമായിട്ടുള്ള ശാഖയാണെന്ത്? IAS. അഖിലേന്ത്യാ സർവീസിലെ ഭരണപരമായിട്ടുള്ള ശാഖയാണ് IAS. ഇനി IASന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ സിവിൽ സർവീസ് ആണ്. ഓക്കെ, IASന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ സിവിൽ സർവീസ് ആണ് കേട്ടോ. 1858 അത് സ്ഥാപിതമായിട്ടുള്ളത്. IASന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ സിവിൽ സർവീസ് ആണ് 1858. ഓക്കെ, IASന്റെ ആപ്തവാക്യം നോട്ട് ചെയ്തോളൂ. യോഗ കർമ്മസു കൗശലം. IASന്റെ ആപ്തവാക്യം യോഗ കർമ്മസു കൗശലം. ഓക്കെ, അപ്പോ അഖിലേന്ത്യാ സർവീസിലെ ഭരണപരമായിട്ടുള്ള ശാഖയാണ് IAS. IASന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ സിവിൽ സർവീസ് ആണ് 1800. ഓക്കെ, സ്പീഡ് വർക്കാം. അഖിലേന്ത്യാ സർവീസിലെ ഭരണപരമായിട്ടുള്ള ശാഖയാണ് എന്ത്? IAS. 3 പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. അഖിലേന്ത്യാ സർവീസിലെ ഭരണപരമായിട്ടുള്ള ശാഖയാണ് IAS. IASന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ സിവിൽ സർവീസ് ആണ്. അത് സ്ഥാപിതമായത് 1858. IASന്റെ ആപ്തവാക്യം പറഞ്ഞു യോഗ കർമ്മസു കൗശലം. IASന്റെ ആപ്തവാക്യം യോഗ കർമ്മസു കൗശലം. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ. ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ ആണ് അന്ന രാജം മൽഹോത്ര. നോട്ട് ചെയ്തോളൂ. ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ ആണ് അന്ന രാജം മൽഹോത്ര. ഓക്കെ, 4 പോയിന്റാണ് പറഞ്ഞത്. അഖിലേന്ത്യാ സർവീസിലെ ഭരണപരമായിട്ടുള്ള ശാഖയാണ് IAS. IASന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ സിവിൽ സർവീസ് ആണ്. അത് സ്ഥാപിതമായത് 1858. ഓക്കെ, 1858. ഇനി IASന്റെ ആപ്തവാക്യം യോഗ കർമ്മസു കൗശലം. ഓക്കെ, IASന്റെ ആപ്തവാക്യം യോഗ കർമ്മസു കൗശലം. ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ ആണ് ആര്? അന്ന രാജം മൽഹോത്ര. ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ ആണ് അന്ന രാജം മൽഹോത്ര. ഓക്കെ, ഇനി IAS ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഉണ്ട്. IAS ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മസൂറിയിലാണ്, ഉത്തരാഖണ്ഡില്. ഓക്കെ, IAS ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മസൂറിയിലാണ്, ഉത്തരാഖണ്ഡില്. ഓക്കെ, IAS ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണെന്ത്? ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മസൂറിയിലാണ്, ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ഈ സ്ഥാപനം സ്ഥാപിതമായത് 1959 കേട്ടോ. 1959 1959 IAS ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിതമായത്. അത് മസൂറിയിലാണ്. മസൂറി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ് കേട്ടോ. ഓക്കെ, ഇനി IASന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ തലവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? ക്യാബിനറ്റ് സെക്രട്ടറി ആണ് കേട്ടോ. IASന്റെ തലവൻ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. ഓക്കെ, IASന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ തലവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. ഓക്കെ, അപ്പോ ഒന്നുകൂടെ പറയാ, അഖിലേന്ത്യാ സർവീസിലെ ഭരണപരമായിട്ടുള്ള ശാഖയാണ് IAS. IASന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ സിവിൽ സർവീസ് ആണ്. അത് സ്ഥാപിതമായത് 1858 IASന്റെ ആപ്തവാക്യം യോഗ കർമ്മസു കൗശലം. ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ ആണ് ആര്? അന്ന രാജം മൽഹോത്ര. IAS ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ്, നേരത്തെ പറഞ്ഞു, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മസൂറിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. 1959 എന്ത് ഈ സ്ഥാപനം സ്ഥാപിതമായത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് IASന്റെ തലവൻ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി, ഇന്ത്യയുടെ ആദ്യത്തെ
ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ആര്? NR പിള്ള. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് NR പിള്ള. NR പിള്ള. ഓക്കെ, ഇന്ത്യയുടെ ആദ്യ ക്യാബിനറ്റ് സെക്രട്ടറി NR പിള്ള. ഇനി IAS ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം നോട്ട് ചെയ്തോളൂ. IAS ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സാണ്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ 2 പോയിന്റ്. ഇന്ത്യയുടെ ആദ്യ ക്യാബിനറ്റ് സെക്രട്ടറി NR പിള്ളയാണ്. IAS ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സാണ്. ഓക്കെ, അപ്പൊ IAS കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. അഖിലേന്ത്യാ സർവീസിലെ ഭരണപരമായിട്ടുള്ള ശാഖയാണ് എന്ത്? IAS. IASന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ സിവിൽ സർവീസ് ആണ്. ഇമ്പീരിയൽ സിവിൽ സർവീസ് സ്ഥാപിതമായത് 1858 IASന്റെ ആപ്തവാക്യം യോഗ കർമ്മസു കൗശലം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസറാണ് അന്ന രാജ മൽഹോത്ര. IAS ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം പറഞ്ഞു, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മസൂറിയിലാണ്. മസൂറി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പോ ഈ സ്ഥാപനം സ്ഥാപിതമായത് 1959 IASന്റെ തലവൻ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി NR പിള്ളയാണ്. IAS ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സാണ്. ഓക്കെ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ഇപ്പൊ IASനെ കുറിച്ചിട്ടാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി അടുത്ത് പറയുന്നത് IPSനെ കുറിച്ചിട്ടാണ്, ഇന്ത്യൻ പോലീസ് സർവീസ്. ഓക്കെ, IPSനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്, ഇന്ത്യൻ പോലീസ് സർവീസ്. നോട്ട് ചെയ്തോളൂ. ഇന്ത്യൻ പോലീസ് സർവീസിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇന്ത്യൻ പോലീസ് സർവീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് ആണ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് ആണ്. ഈ ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് സ്ഥാപിതമായത് 1905 ഓക്കെ, 1905 എന്ത് ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് സ്ഥാപിതമായത്. അപ്പൊ 1905 കുറിച്ച് പറയുമ്പോ ഓർത്തെടുക്കാൻ പറ്റിയ വേറൊരു കാര്യം ഉണ്ടല്ലോ, എന്താണെന്ന് പറയാൻ പറ്റുമോ? 1905 നമ്മളെ ബംഗാൾ വിഭജനം നടന്നത് 1905 ഓക്കെ, അപ്പോ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് ആണ്. 1905 സ്ഥാപിതമായിട്ടുള്ളത്. ഇനി ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് ആരാണെന്ന് അറിയോ? ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? കോൺവാലിസ് പ്രഭു ആണ് കേട്ടോ. നോട്ട് ചെയ്തോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് കോൺവാലിസ് പ്രഭു ആണ്. ഓക്കെ, അപ്പോ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് ആണ്. 1905 ഓക്കെ, ഈ 1905 തന്നെയാണ് എന്തുണ്ടായിട്ടുള്ളത്? ബംഗാൾ വിഭജനം ഉണ്ടായിട്ടുള്ളത്. ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. ഓക്കെ, ഇനി ഇന്ത്യൻ പോലീസ് നിയമം നിലവിൽ വരുന്നത് എന്നാണെന്നറിയോ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണ് എന്ത് 1861 ഇന്ത്യൻ പോലീസ് നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണ് എന്ത് 1861 ഇന്ത്യൻ പോലീസ് നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണ് എന്ത് 1861 ഇന്ത്യൻ പോലീസ് നിയമം നിലവിൽ വരുന്നത്. 1861 1861 ട്ടാ.
ഓക്കെ, അപ്പൊ IPS കുറിച്ചിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ത്യൻ പോലീസ് സർവീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് ആണ്. അത് 1905 സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. പിന്നെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണെന്ത് 1861 ഇന്ത്യൻ പോലീസ് നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി പോലീസ് സർവീസിൽ ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റികളാണ് പറയാൻ പോകുന്നത്. പോലീസ് സർവീസിൽ ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റികൾ ഇസ്ലിംഗ്ടൺ കമ്മീഷൻ ആൻഡ് ലീ കമ്മീഷൻ. 2 കമ്മീഷനുകളാണുള്ളത്. പോലീസ് സർവീസിൽ ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റികളാണ് ഏതൊക്കെ? ഇസ്ലിംഗ്ടൺ കമ്മീഷനും ലീ കമ്മീഷനും. ഓക്കെ, ഒന്നുകൂടെ പറയാ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണെന്ത് 1861 ഇന്ത്യൻ പോലീസ് നിയമം നിലവിൽ വരുന്നത്. പോലീസ് സർവീസിൽ ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മീഷനുകളാണ് ഏതൊക്കെ? ഇസ്ലിംഗ്ടൺ കമ്മീഷനും ലീ കമ്മീഷനും. ഓക്കെ, ഇസ്ലിംഗ്ടൺ കമ്മീഷൻ ആൻഡ് ലീ കമ്മീഷൻ. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് 1905 സ്ഥാപിതമായതെന്ന്. ഓക്കെ, ഈ ഇമ്പീരിയൽ പോലീസ് സർവീസ് അല്ലെങ്കിൽ ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് IPS അതായത് ഇന്ത്യൻ പോലീസ് സർവീസ് ആയി മാറുന്നത് 1948. ഓക്കെ, ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് എന്ന് അറിയപ്പെട്ടിരുന്ന സംവിധാനം 1905 സ്ഥാപിതമായ ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് 1948 എന്ത് IPS അതായത് ഇന്ത്യൻ പോലീസ് സർവീസ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ IPS സ്ഥാപിതമായത് 1948 IPS മുൻഗാമി എന്നറിയപ്പെടുന്ന ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് സ്ഥാപിതമായത് 1905 ഓക്കെ, IPS സ്ഥാപിതമായത് 1948 ട്ടാ, 1948 ട്ടാ. ഇനി ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ആപ്തവാക്യം, IPS ഒരു ആപ്തവാക്യം ഉണ്ട്, അറിയുന്നതാവും എല്ലാവർക്കും. സത്യമേവ ജയതേ. ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ആപ്തവാക്യാണ് എന്ത്? സത്യമേവ ജയതേ. ഓക്കെ, IPS ആപ്തവാക്യം സത്യമേവ ജയതേ. ഓക്കെ അല്ലേ? ഇനി IPS ഏറ്റവും ഉയർന്ന പദവി, IPS ഏറ്റവും ഉയർന്ന പദവിയാണത് ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ. ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ ആണെന്ത് IPS ഏറ്റവും ഉയർന്ന പദവി. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞു IAS ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാ? IAS തലവൻ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് ആരാ? ഒന്ന് കമന്റ് ചെയ്തേ. IAS തലവൻ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. ഓക്കെ, അപ്പോ IPS ഏറ്റവും ഉയർന്ന പദവിയാണ് എന്ത്? ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ. ഓക്കെ, ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ ആണെന്ത് IPS ഏറ്റവും ഉയർന്ന പദവി. ഓക്കെ, അടുത്ത പോയിന്റ്, IPS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം. IPS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണെന്ത്? സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി, ഹൈദരാബാദ്. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി, ഹൈദരാബാദ് ട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞു IAS ഓഫീസർമാർക്ക് എന്താണ് പരിശീലനം നൽകുന്ന സ്ഥാപനം? നേരത്തെ പറഞ്ഞു ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതേപോലെ തന്നെ IPS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണെന്ത്? സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഓക്കെ, ഇത് നിലവിൽ വന്നത് 1948 സെപ്റ്റംബർ മാസം 15 ട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥാപിതമായത് ഹൈദരാബാദിലാണ്. വർഷം 1948 സെപ്റ്റംബർ 15. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആരാന്ന് അറിയോ ആർക്കെങ്കിലും? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആണ് കിരൺ ബേദി ട്ടാ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ കിരൺ ബേദി. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആണ് കിരൺ ബേദി.
ഓക്കെ, ഹൈദരാബാദ് ഏത് സ്റ്റേറ്റിലാണെന്നോ? ഹൈദരാബാദ് തെലങ്കാനയിലാണ് കേട്ടോ. ഹൈദരാബാദ് തെലങ്കാനയിലാണ്. ഓക്കെ ഓക്കെ, അപ്പോ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി റിവേഴ്സ് പറയാം. IPS, ഇന്ത്യൻ പോലീസ് സർവീസ്. ഇന്ത്യൻ പോലീസ് സർവീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് ആണ്. 1905 ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് സ്ഥാപിതമായത്. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? കോൺവാലിസ് പ്രഭു ആണ്. ഓക്കെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണ് 1861 ഇന്ത്യൻ പോലീസ് നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, പോലീസ് സർവീസിൽ ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മീഷനുകൾ 2 കമ്മീഷനുകളാണുള്ളത്, ഇസ്ലിംഗ്ടൺ കമ്മീഷനും ലീ കമ്മീഷനും. ഓക്കെ, ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് IPS ആയി മാറിയത് എന്നാ? 1948. ഓക്കെ, അപ്പോ ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് സ്ഥാപിതമായത് 1905. അത് IPS ആയി മാറുന്നത് 1948. ഓക്കെ, ഇനി ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ആപ്തവാക്യം, IPSന്റെ ആപ്തവാക്യാണ് എന്ത്? സത്യമേവ ജയതേ. IPSലെ ഏറ്റവും ഉയർന്ന പദവിയാണ് എന്ത്? ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ. പിന്നെ പറഞ്ഞത് IPS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി ഹൈദരാബാദിലാണ്. ഓക്കെ, അത് സ്ഥാപിതമായത് അല്ലെങ്കിൽ നിലവിൽ വന്നത് 1948 സെപ്റ്റംബർ മാസം 15 ഇന്ത്യയിലെ ആദ്യ വനിതാ IPS ഓഫീസർ കിരൺ ബേദിയാണ്. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് IFSനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കേട്ടോ. IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഓക്കെ, 1966 എന്ത്? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് രൂപം കൊള്ളുന്നത്. 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് രൂപം കൊള്ളുന്നത് എന്ന 1966 കേട്ടോ. ഓക്കെ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, ഇതിലാകെ 2-3 മെയിൻ പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്താൽ മതി. അതിലൊന്നാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് രൂപം കൊള്ളുന്നത് 1966. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, 1966 രൂപം കൊണ്ട ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസ് ആണ്. ഓക്കെ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ മുൻഗാമി ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസ് ആണ്. ഓക്കെ, അപ്പൊ 1966 രൂപം കൊണ്ട ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാ? ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാ? ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസ് ആണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം ഉണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഉണ്ട്. അതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി. ഓക്കെ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി. ഓക്കെ, അപ്പോ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ കുറിച്ചിട്ട് 4 പോയിന്റുകളാണ് പറഞ്ഞത്. 1966 എന്ത്? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് രൂപം കൊള്ളുന്നത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാ? ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസ് ആണ്. ഓക്കെ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ഇത് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി. ഓക്കെ,
ഓക്കെ, ഇനി അടുത്തത് കേന്ദ്ര സർവീസിലെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, കേന്ദ്ര സർവീസിലെ ഏറ്റവും ഉയർന്ന പദവിയും ശമ്പളവും ലഭിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് അറിയോ? കേന്ദ്ര സർവീസിലെ ഏറ്റവും ഉയർന്ന പദവിയും ശമ്പളവും ലഭിക്കുന്ന പോസ്റ്റ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. ഓക്കെ, കേന്ദ്ര സർവീസിലെ ഏറ്റവും ഉയർന്ന പദവിയും ശമ്പളവും ലഭിക്കുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ്. ഓക്കെ, ഇന്ത്യൻ ഫോറിൻ സർവീസ് രൂപീകരിച്ചത് 1946 ഒക്ടോബർ 9 ഓക്കെ, കേന്ദ്ര സർവീസിലെ ഏറ്റവും ഉയർന്ന പദവിയും ശമ്പളവും ലഭിക്കുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് രൂപീകരിച്ചത് 1946 ഒക്ടോബർ 9 ഓക്കെ, ഇനി കേന്ദ്ര സർവീസിനെ ഗ്രൂപ്പ് ABCD എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. കേന്ദ്ര സർവീസിനെ ഗ്രൂപ്പ് ABCD എന്നിങ്ങനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഗസറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർവീസിലെ എന്താ പറയാ ഉയർന്ന സ്ഥാനങ്ങൾ ഉള്ള ഗ്രൂപ്പാണ് ഏത്? ഗ്രൂപ്പ് AB. ഓക്കെ, കേന്ദ്ര സർവീസിലെ ഗ്രൂപ്പ് AB എന്നിവയാണ് എന്ത്? ഉയർന്ന സ്ഥാനങ്ങളുള്ള പോസ്റ്റ്. അതായത് ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഗ്രൂപ്പ് AB എന്നിവയാണ്. ഓക്കെ, അപ്പോ കേന്ദ്ര സർവീസിലെ ഏറ്റവും ഉയർന്ന പദവിയും ശമ്പളവും ലഭിക്കുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് രൂപീകരിച്ചത് 1946 ഒക്ടോബർ 9 ഓക്കെ, കേന്ദ്ര സർവീസിനെ നേരത്തെ പറഞ്ഞു ABCD എന്നിങ്ങനെ എന്താണ് 4 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ ഗസറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ഏത് ഗ്രൂപ്പിലാണ് പെടുക? കേന്ദ്ര സർവീസിലെ ഗ്രൂപ്പ് AB എന്നിവയാണ് എന്ത്? ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന പോസ്റ്റുകൾ. ഓക്കെ, ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ സെക്രട്ടറി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ സെക്രട്ടറി KPS മേനോനാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോളൂ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ സെക്രട്ടറി KPS മേനോനാണ്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ സെക്രട്ടറി KPS മേനോനാണ്. അപ്പൊ ഒന്നുകൂടെ പറയാ, കേന്ദ്ര സർവീസിലെ ഏറ്റവും ഉയർന്ന പദവിയും ശമ്പളവും ലഭിക്കുന്നത് ഏത് പോസ്റ്റാ? ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് രൂപീകരിച്ചത് 1946 ഒക്ടോബർ 9 കേന്ദ്ര സർവീസിനെ ഗ്രൂപ്പ് ABCD എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതില് ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവര് AB എന്നീ ഗ്രൂപ്പുകളിലുള്ളവരാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ സെക്രട്ടറി ആരാന്ന് പറഞ്ഞത്? KPS മേനോനാണ്. ഓക്കെ, ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്തത് സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാവും? സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ ഓക്കെ, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ എന്നറിയപ്പെടുന്നത് ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ. സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ ചീഫ് സെക്രട്ടറി ആണ്. ഓക്കെ, സംസ്ഥാനത്തെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാ? അതറിയോ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. സംസ്ഥാനത്തെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണെന്നൊന്ന് പറയണേ. ഓക്കെ, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവനാണ് ചീഫ് സെക്രട്ടറി. അതെ, വേണു ആണ്. വി വേണു കേട്ടോ. സംസ്ഥാനത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആണ് വി വേണു. ഓക്കെ, ഓക്കെ, ഒരു സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഉണ്ടായിരിക്കണം. ഓക്കെ, സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ,
സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവനാണ് ആര്? ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു. കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആണ് ആര്? വി വേണു. ഓക്കെ, ഇനി നമ്മള് നേരത്തെ കേന്ദ്ര സർവീസിൽ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർവീസിൽ എന്താണ്? സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥന്മാരെയും ക്ലാസ് 1, 2, 3, 4 അല്ലെങ്കിൽ ABCD എന്നിങ്ങനെ 4 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥരെ ക്ലാസ് 1, 2, 3, 4 അല്ലെങ്കിൽ ABCD എന്നിങ്ങനെ 4 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ AB നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയും ബിയും എന്താണ്? ഗസറ്റഡ് ഓഫീസർമാരായിരിക്കും. സംസ്ഥാന സർവീസിലെ ക്ലാസ് AB എന്നീ ഗ്രൂപ്പിൽപ്പെട്ടവരെന്താണ്? ഗസറ്റഡ് ഓഫീസർമാരായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ CD അല്ലെങ്കിൽ 3, 4 ക്ലാസ്സിലുള്ളവരെന്തായിരിക്കും? നോൺ ഗസറ്റഡ് ഓഫീസർമാരായിരിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞതൊന്നുകൂടെ പറയാ. സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ എന്താ പറയാ നിലവിലെ ചീഫ് സെക്രട്ടറി ആണ് ആര്? വി വേണു. ഓക്കെ, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവനാണ് ആര്? ചീഫ് സെക്രട്ടറി. നമ്മുടെ സംസ്ഥാനത്തിന്റെ അതായത് കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആണ് ആര്? വി വേണു. സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥന്മാരെ 4 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിലെ AB എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലാണെന്ത്? ഗസറ്റഡ് ഓഫീസർമാരുണ്ടായിരിക്കുക. CD എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലാണ് എന്തുണ്ടാവുക? നോൺ ഗസറ്റഡ് ഓഫീസർമാരുണ്ടായിരിക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കാം. കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ആരാ? കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ആരാവും? അറിയോ? കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ആരാവും? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഇവിടെയാണ് കൺഫ്യൂഷൻ വരിക കേട്ടാ. ഈ പറഞ്ഞത് ശ്രദ്ധിച്ചോ. കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതാണ് ആര്? കേരള PSC. ഓക്കെ, കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതാണ് കേരള PSC. ഞാൻ ചോദിച്ചത് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാണ്. ഓക്കെ, കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കേരള സർക്കാരാണ്. ഈ 2 പോയിന്റ് അടിവരയിട്ട് വെച്ചോ, തെറ്റിപ്പോവും. കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള PSC ആണെങ്കിൽ എന്താ പറയാ? കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കേരള സർക്കാരാണ്. ഓക്കെ, ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, പക്ഷെ അതെന്താണ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമാണ്. അത് നോട്ട് ചെയ്ത് പഠിച്ചോ. കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതാണ് കേരള PSC. ആ പോസ്റ്റിലേക്ക്, അതായത് കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കേരള സർക്കാരാണ്. ഓക്കെ, ഇനി കേരള സംസ്ഥാന സർവീസിലെ കേരള സംസ്ഥാന സിവിൽ സർവീസിലെ നിയമന അധികാരി കേരള സർക്കാരാണെന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഓക്കെ, കേരള സംസ്ഥാന സർവീസിലെ നിയമന അധികാരി കേരള സർക്കാരാണെന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതാണ് കേരള സർവീസസ് നിയമം. തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും 1960 റൂൾ 9 ഭാഗം 3. ഒന്നുകൂടെ പറയാ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഇടാട്ടോ. ഓക്കെ, കേരള സംസ്ഥാന സർവീസിലെ നിയമന അധികാരി കേരള സർക്കാരാണെന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതാണെന്ത്? കേരള സർവീസസ് നിയമം. തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും 1960 റൂൾ 9 ഭാഗം 3 കേരള സംസ്ഥാന സർവീസിലെ നിയമന അധികാരി കേരള സർക്കാരാണെന്ന് പറയുന്ന നിയമം. ഓക്കെ, കേരള സംസ്ഥാന സർവീസിലെ നിയമന അധികാരി കേരള സർക്കാരാണെന്ന് പറയുന്ന നിയമം കേരള സർവീസസ് നിയമം. തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും 1960 റൂൾ 9 ഭാഗം 3. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയാ. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിതമായത്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി
സ്ഥാപിതമായിട്ടുള്ളത് 2005 സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിതമായത് 2005 തിരുവനന്തപുരത്താണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഒന്നുകൂടെ റിവേഴ്സ് അടിച്ച് പറയാ. സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവനാരാ? ചീഫ് സെക്രട്ടറി ആണ്. ഓക്കെ, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ ചീഫ് സെക്രട്ടറി ആണ്. കേരളത്തിന്റെ, അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാ? വി വേണു ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞു സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥന്മാരെ എന്താണ് 4 ക്ലാസ്സുകളായിട്ട് തരംതിരിക്കുക. ABCD. അതിൽ എയും ബിയും അല്ലെങ്കിൽ 1ഉം 2ഉം കാറ്റഗറിയിൽപ്പെട്ടവരാണ് എന്ത്? ഗസറ്റഡ് ഓഫീസർമാർ. 3ഉം 4ഉം അല്ലെങ്കിൽ CD കാറ്റഗറിയിൽപ്പെട്ടവര് നോൺ ഗസറ്റഡ് ഓഫീസർമാരായിരിക്കും. ഓക്കെ, കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള PSC ആണ്. എന്നാൽ കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കേരള സർക്കാരാണ്. കേരള സംസ്ഥാന സർവീസിലെ നിയമന അധികാരി കേരള സർക്കാരാണെന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതാണെന്ത്? കേരള സർവീസസ് നിയമം. തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും 1960 റൂൾ 9 ഭാഗം 3. ഇനി ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിതമായത് 2005 തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇതുവരെയുള്ളത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇതുവരെയുള്ളത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് KAS കുറിച്ചിട്ടാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട സർവീസ് ആണെന്ത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അറിയാലോ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട സർവീസ് ആണെന്ത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KAS. ഓക്കെ, ഇനി KAS എന്ന ആശയം മുന്നോട്ട് വെച്ച ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ട്. അറിയോ? KAS എന്ന ആശയം മുന്നോട്ട് വെച്ച ഭരണപരിഷ്കരണ കമ്മീഷൻ 3ആം ഭരണപരിഷ്കരണ കമ്മീഷനാണ് 1997. ഓക്കെ, KAS എന്ന ആശയം മുന്നോട്ട് വെച്ച ഭരണപരിഷ്കരണ കമ്മീഷനാണ് 3ആം ഭരണപരിഷ്കരണ കമ്മീഷൻ 1997. ഒന്നുകൂടെ പറയാ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട സർവീസ് ആണെന്ത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KAS. ഓക്കെ, KAS എന്ന ആശയം മുന്നോട്ട് വെച്ച ഭരണപരിഷ്കരണ കമ്മീഷൻ 3ആം ഭരണപരിഷ്കരണ കമ്മീഷനാണ് 1997. ഈ 3ആം ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന് ആർക്കെങ്കിലും അറിയോ? 3ആം ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന് അറിയോ? മൂന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ EK നായനാറാണ് കേട്ടോ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളാണ് EK നായനാർ. 3ആം ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ EK നായനാറാണ്. ഓക്കെ, അപ്പോ ഒന്നുകൂടെ പറയാ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട സർവീസ് ആണെന്ത്? KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. KAS എന്ന ആശയം മുന്നോട്ട് വെച്ച ഭരണപരിഷ്കരണ കമ്മീഷനാണ് 3ആം ഭരണപരിഷ്കരണ കമ്മീഷൻ 1997. ഓക്കെ, 3ആം ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ EK നായനാറാണ്. ഓക്കെ, 3 പോയിന്റുകളാണ് പറഞ്ഞത്. ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ 2 നിയമങ്ങളുണ്ട്, നോട്ട് ചെയ്തോളൂ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമങ്ങൾ: കേരള പബ്ലിക് സർവീസ് ആക്ട് 1968, കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 1963. ഒന്നുകൂടെ പറയാ,
കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമങ്ങളാണ് ഏതൊക്കെ? 2 നിയമങ്ങളുണ്ട്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968, കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. രണ്ടാമത്തെ നിയമമാണ് കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 1963. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമങ്ങളാണ് ഏതൊക്കെ? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 1968 കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 1963. ഓക്കെ, അടുത്ത പോയിന്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാരാണെന്നറിയോ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥര് ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറും ആണ് കേട്ടോ. നോട്ട് ചെയ്തോളൂ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥര് ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറും ആണ്. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥര് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ആണ് കേട്ടോ. ഓക്കെ, ഇനി KS നിലവിൽ വന്നത് എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് എന്നാണെന്ന് അറിയോ ആർക്കെങ്കിലും? വർഷം? ഓക്കെ, KS നിലവിൽ വന്നത് 2018 ജനുവരി 1-ാം തീയതിയാണ് കേട്ടോ. ഓക്കെ, KS നിലവിൽ വന്നത് 2018 ജനുവരി 1-ാം തീയതി. നോട്ട് ചെയ്തോളൂ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് നമ്മുടെ KS നിലവിൽ വന്നത് 2018 ജനുവരി 1-ാം തീയതിയാണ്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞു KS-ലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാ? ഒന്ന് കമന്റ് ചെയ്തേ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? KS-ലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള PSC ആണ് കേട്ടോ. നോട്ട് ചെയ്തോളൂ. രാജി ശരിയാണ്. KS-ലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള PSC ആണ്. ഓക്കെ, അപ്പോ KS-നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട സർവീസാണ് എന്ത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KAS. ഓക്കെ, KAS എന്ന ആശയം മുന്നോട്ട് വെച്ച ഭരണപരിഷ്കരണ കമ്മീഷൻ ആണെന്ത്? 3-ാം ഭരണപരിഷ്കരണ കമ്മീഷൻ. 3-ാം ഭരണപരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് 1997-ലാണ്. ഇനി പറഞ്ഞത് എന്താ? 3-ാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ, 3-ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? EK നായനാരാണ്. ഓക്കെ, പിന്നെ പറഞ്ഞത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമങ്ങൾ. 2 നിയമങ്ങളാണ് പറഞ്ഞത്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968, കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 1963. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ചീഫ് സെക്രട്ടറിയും അതേപോലെ തന്നെ ജില്ലാ കളക്ടറും. KS നിലവിൽ വന്നത് 2018 ജനുവരി മാസം 1-ാം തീയതിയാണ്. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് 2018 ജനുവരി 1-ാം തീയതിയാണ്. KS-ലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാ? കേരള PSC ആണ്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഭാഗം ക്ലിയർ ഇല്ലാത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ.
ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ഇനി കൂടുതലൊന്നും എടുക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇടയിൽ നിന്ന് ഓരോന്ന് ചോദിക്കുക. അപ്പൊ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ സിവിൽ സർവീസ് ദിനം എന്നാ? ഇന്ത്യയിൽ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാ? ഇന്ത്യയിൽ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത് അതേ ഏപ്രിൽ 21 തീയതിയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? അതെ, കോൺവാലിസ് പ്രഭു ആണ് കേട്ടോ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭുവും ആധുനിക അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലുമാണ്. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കണ ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭുവും ആധുനിക അഖിലേന്ത്യാ സർവീസിന്റെ പിതാവാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ. പിന്നെ UPSC സ്ഥാപിതമായ വർഷം എന്നാ? UPSC സ്ഥാപിതമായ വർഷം? UPSC സ്ഥാപിതമായ വർഷം? UPSC സ്ഥാപിതമായത് നോട്ട് ചെയ്തോളൂട്ടാ, 1926 ഒക്ടോബർ മാസം 1 തീയതി ട്ടാ. 1926 1926 ഒക്ടോബർ മാസം 1 തീയതിയാണ് എന്ത് UPSC സ്ഥാപിതമായത്. അതേപോലെ തന്നെ നമ്മുടെ IPSന്റെ മുൻഗാമിയായിരുന്ന ആര്? ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ്. അത് IPS ആയി മാറിയതെന്നാ? ഏത് വർഷ? ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് IPS ആയി മാറിയ വർഷം അറിയോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് IPS ഇന്ത്യൻ പോലീസ് സർവീസ് ആയി മാറിയ വർഷം അതെ 1948ആണ്. ഓക്കെ. അതേപോലെ തന്നെ IASലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാ? IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. IASലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, IASന്റെ തലവൻ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അതെ ക്യാബിനറ്റ് സെക്രട്ടറി ആണ് കേട്ടോ. ഓക്കെ, ക്യാബിനറ്റ് സെക്രട്ടറി ആണെന്ത് IASന്റെ തലവൻ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് രൂപം കൊണ്ട വർഷം ഏതാ? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് രൂപം കൊണ്ട വർഷം 1966ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ക്ലാസിന്റെ നോട്ട് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, ഇനി അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ വൈൻഡപ്പ് ചെയ്യല്ലേ? 6 മണിയായില്ലേ? അപ്പോ സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തു നിർത്തിയിട്ടുള്ളത് എന്താ പറയാ KS വരെയാണ് എടുത്തു നിർത്തിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത ഇനി എടുക്കാനുള്ളത് കുറച്ച് ആക്ടുകളും റൂളുകളും ഒക്കെയാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട് എന്തായാലും ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.